ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ കെ അനിൽകുമാർ. ഗുഡ് മോർണിംഗ്. ഒന്നല്ല വനമാല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കഴിഞ്ഞ 9.5 കൊല്ലമായി ഭരിക്കുന്നു. എല്ലാ വർഷവും ഓരോ പ്രകടന പത്രിക ഇറക്കാറുണ്ട്. എന്നിട്ട് ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ ആദ്യം ഒരു 600 കാര്യങ്ങൾ പറഞ്ഞു, രണ്ടാമത് 900 കാര്യങ്ങൾ പറഞ്ഞു. ഈ 1500 കാര്യങ്ങളിൽ ഓരോന്നും എവിടെ എത്തി എന്നുള്ളതാണ് ഓരോ കൊല്ലത്തെയും പ്രകടന പത്രിക. അതിൻ്റെ ഗ്രാഫാണ് കൃത്യമായിട്ടും പ്രോഗ്രസ് കാർഡിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കരം തന്നെ. LDF വരും, എല്ലാം ശരിയാകും. ഈ എല്ലാം ശരിയാകുന്നുള്ള എല്ലാം എന്നതിൻ്റെ അർത്ഥം നാട്ടുകാർക്കെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. തകരാറായി കിടന്ന് ഞങ്ങൾ ശരിയാക്കി കൊണ്ടുവന്നു. 2018 ആയപ്പോൾ മഹാപ്രളയം വന്നു. 2019 അതിൻ്റെ ആവർത്തനം വന്നു. ഇതിനിടയ്ക്ക് ഓഖി ദുരന്തം വന്നു, നിപ്പ വന്നു, പിന്നീട് കോവിഡ് മഹാമാരി വന്നു. ഈ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കേരളത്തെ മാതൃകാപരമായി നയിച്ചോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഉള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് കരുതിയിട്ടല്ല, ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഗവൺമെന്റ് പ്രവർത്തിച്ചത്. ആ കാലഘട്ടത്തിലും കിബി പദ്ധതിയിലൂടെ കേരളം മുന്നേറുകയായിരുന്നു. കേരളത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷനുകളിലൂടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഹരിത കേരളവും ആർദ്രം മിഷനും ലൈഫ് മിഷനും അടക്കമുള്ള പദ്ധതികളിലൂടെ കേരളം മുന്നേറുകയായിരുന്നു. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. 2021 ഏറ്റുമുട്ടിയപ്പോൾ ജനങ്ങൾ പറഞ്ഞു LDF വീണ്ടും വരണം. ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണം കിട്ടി. ഞങ്ങൾ അഹങ്കരിച്ചില്ല. അതിനൊന്നുമില്ലേ? ആദ്യത്തെ സർക്കാർ എന്ത് തീരുമാനിച്ചു? ഈ 2025 നവംബർ മാസം 1-ാം തീയതി സൂര്യോദയമുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ദാരിദ്ര്യമുക്ത കേരളം ഉണ്ടാക്കും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. തുടർഭരണം നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ മന്ത്രിത്വം പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇറങ്ങി തിരിച്ചത്. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇവരെ ഒന്ന് മുട്ടുകുത്തിച്ചിട്ട് കാര്യം. കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, നികുതി ഘടന, അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ട ഓഹരികൾ വെട്ടിക്കുറയ്ക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ 25% ചെലവുണ്ടായിരുന്നു. അത് 40% വർദ്ധിപ്പിച്ചു. അപ്പോൾ കേന്ദ്ര വിഹിതം കുറച്ചു. നമ്മുടെ കിബി അടക്കമുള്ള ഓരോ പരിപാടികളും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങോട്ട് പണം കൊടുക്കണം. അത് വെട്ടിക്കുറയ്ക്കുന്നു ആനുകൂല്യം. അതിന്റെ ഭാഗമായിട്ട് കടമെടുക്കാനുള്ള അവകാശമില്ലാതാക്കുന്നു. എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ദേശീയപാതയ്ക്ക് 6,950 കോടി കുത്തിന് പിടിച്ചു വാങ്ങിക്കുന്നു. ഇതെല്ലാം കേരളം കൊടുത്തു. എന്നിട്ടും കേരളം മുന്നേറുകയല്ലേ? ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഞാൻ ഒറ്റ കണക്ക് മാത്രം പറയാം. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിന്റെ എക്സ്പെൻഡിച്ചർ 2016 മാർച്ച് 31 വന്നു. 76,082 കോടി രൂപയാണ് അതിൻ്റെ ഫിഗർ. എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തെ ലാസ്റ്റ് വർഷത്തെ ചെലവ് 76,082 കോടി രൂപ മാത്രം. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. ഈ കഴിഞ്ഞ മാർച്ച് 31 ബാലഗോപാലിൻ്റെ 4ാം വർഷം പൂർത്തിയായപ്പോൾ 1,76,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ മാറി. ഇപ്പോൾ അത് 2 ലക്ഷം കോടിയുടെ ബഡ്ജറ്റാണ് ഉണ്ടായിരിക്കുന്നത്. ആ 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റിന് എങ്ങനെ ആത്മവിശ്വാസം വന്നു? കേന്ദ്രം പണം കൂടുതൽ നൽകുന്നുണ്ടോ? ഇല്ല. പക്ഷെ കേരളത്തിന് 2 നേട്ടങ്ങളുണ്ടായി. ഒന്ന്, കേരളത്തിൻ്റെ GDP ഗ്രോത്ത് ഉണ്ടായതുകൊണ്ട്, GDP ഗ്രോത്ത് 14.24 ലക്ഷം ആയതുകൊണ്ട് കടമെടുക്കാനുള്ള അവകാശം വർദ്ധിച്ചു. 3% എന്ന് പറഞ്ഞാൽ 42,000 കോടി രൂപ വരും. രണ്ടാമത് നികുതി വരുമാനം, തനത് വരുമാനം, നികുതിയേതര വരുമാനം 1,10,000 കോടിയിലേറെ എത്തി. ഈ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യത്തെ പ്രേരിപ്പിക്കുന്നത്. ഇത്രയും നല്ല ധനസ്ഥിതി ഉണ്ടെങ്കിൽ എന്തേ ഈ 1,600 2,500 ആക്കുമെന്ന പ്രഖ്യാപനം 4.5 വർഷം വരെ അനങ്ങാതിരുന്ന സർക്കാർ ഒരു മാസം മുമ്പ്, ഒരു സെപ്റ്റംബർ 25 ഈ പ്രഖ്യാപനം നടത്തുന്നില്ല? കേന്ദ്ര സർക്കാരിന്റെ ഈ കടുത്ത കടന്നാക്രമണം മൂലം പെൻഷൻ മുടങ്ങി. കേരളത്തിൽ 4-5 മാസക്കാലം ഈ സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെന്നേ. ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധമായിട്ട് ഏറ്റുപറയുന്നേ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതിനർത്ഥം കേന്ദ്ര സർക്കാരിന് ഇപ്പോ ഈ പ്രഖ്യാപനത്തിന് ആവശ്യമായ 10,000 കോടിയിൽ ഒരു വലിയ തുക കേന്ദ്ര സർക്കാർ ഇപ്പൊ തരുന്നുണ്ടോ? എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യത്തിലല്ല കേരളത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോണത്.
അവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെ പൊരുത്തപ്പെടും ശ്രീ അനിൽകുമാർ? കേന്ദ്ര സർക്കാർ മുറുക്കിയത് കൊണ്ട് മറിയ കുട്ടിക്ക് പെൻഷൻ കൊടുക്കാനായില്ല, തട്ടിയെടുക്കേണ്ടി വന്നു. ഇത് താങ്കൾ ഒരു 2 വാചകം മുമ്പാണ് പറഞ്ഞത്. പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന പോയിന്റ് എന്താണ്? കിബി വഴി കേരളത്തിനകത്ത് ഒരു 75,000 കോടി രൂപയുടെ പദ്ധതി എടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞത്? ആ കിബിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയെന്ന് പറയുന്നത് കേരളത്തിന്റെ തനത് വർഷത്തെ കടബാധ്യതയിൽ വെട്ടിക്കുറയ്ക്കും, കടമെടുക്കാനുള്ള അവകാശത്തിൽ വെട്ടിക്കുറയ്ക്കും. ഒരു കൊല്ലം 15,000 കോടി വെട്ടിക്കുറച്ചാൽ മതി, പെൻഷൻ മുടങ്ങും. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ആ പെൻഷൻ മുടങ്ങുന്ന തരത്തിൽ വെട്ടിക്കുറച്ച് പെൻഷൻ മുടക്കിച്ചു കേന്ദ്രം. കേന്ദ്രം പണം തരാത്തതല്ല പ്രശ്നം. നമുക്കിപ്പോൾ 42,000 കോടി രൂപ എടുക്കാൻ അവകാശമുണ്ട്. ഈ അവകാശത്തിൽ വെട്ടിക്കുറച്ച് വരുത്തിയാലോ? തൽക്കാലം ചിലത് മാറ്റി വെക്കേണ്ടി വരും. പെൻഷൻ മുടങ്ങി. ഇനി മുടങ്ങില്ല എന്ന് പറയാൻ കാരണം എന്താണ്? C&AG പറയുന്നു, പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ഈ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കടബാധ്യത 9ാം സ്ഥാനത്തായിരുന്നു. നിങ്ങളിപ്പോൾ 15ാം സ്ഥാനത്തേക്ക് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ കടം കുറഞ്ഞ ഗവൺമെന്റാണ്. അയ്യപ്പദാസൻ, നമ്മളൊരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാട് എന്ന് പറയപ്പെടുന്ന അപഹാസ്യമാണ് കേരള സമൂഹത്തിന് മുമ്പിൽ. ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്നു എന്നുള്ളതല്ല, അത് ഇവരുടെ രാഷ്ട്രീയ ചൂതാട്ടത്തിന് വേണ്ടി നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ വിശപ്പിനെയോ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ ദാരിദ്ര്യത്തെയോ ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം. ഇവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടന്നു കയറാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നുള്ള കണ്ണിൽ പൊടിയിടുന്നതാണെന്ന് അനിൽകുമാർ സമ്മതിച്ചാൽ മതി. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അയ്യപ്പദാസ് തന്നെ 10 ചോദ്യം തിരിച്ചും മറിച്ചും ചോദിച്ചാൽ അത് അങ്ങനെയല്ല. ഒരു ചോദ്യത്തിന് പറഞ്ഞതിന്റെ ഘടകവിരുദ്ധമായിട്ട് ബഹുമാനായിട്ട് ശ്രീ അനിൽകുമാർ തിരിച്ചു പറയും. കാരണം അവരെ സംബന്ധിച്ച് അത് പറയാൻ അവർക്ക് സാധിക്കുള്ളൂ. 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നല്ലേ ബഹുമാനായ ശ്രീ ഇടതുപക്ഷത്തിന്റെ നേതാവായിട്ടുള്ള അനിൽകുമാർ പറയുന്നത്? സാർ, ഞാൻ ചോദിക്കട്ടെ, ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് ഒരു ദിവസം കാലത്ത് ആ പേപ്പറും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കൃത്യമായിട്ട് ഒരു കഥ വായിക്കണ ജാതി വായിച്ച് അവതരിപ്പിക്കാം. ഇതൊരു നടത്തു പോണ മാതിരില്ല. നിങ്ങളുടെ തന്നെ മന്ത്രി അതിനു മുൻപേ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇത്തവണ അവതരിപ്പിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞ ഒരു കാര്യം പോലും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. വീണ്ടും നിങ്ങൾ അത് തന്നെ വീണ്ടും ആവർത്തിച്ചു. അതിനകത്ത് പേരുകൾ മാറ്റും. പണ്ട് പേരിടൽ ചടങ്ങിന് വിദഗ്ധരായിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ ആ പേരിടൽ 600 + 900 1500 വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ സർക്കാരാണ് 2 ടേമിലായിട്ടെന്നുള്ളതാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മുന്നിലേക്ക് താങ്കൾ ഈ പോയിന്റ് വെക്കുന്നത്. സോഡാ കുപ്പിയുടെ ഉള്ളിലത്തെ ഗോലിക്കായ കണ്ടിട്ടുണ്ടോ അയ്യപ്പദാസെ? അത് എടുക്കാൻ കിട്ടില്ല, കാണാൻ നല്ല ഭംഗിയാണ്. ഇവരുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയപ്പെടുന്ന അതാണ്. 9.5 കൊല്ലമായിട്ട് ഇവർ അവതരിപ്പിച്ച ബഡ്ജറ്റുകളിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും, അറ്റ്ലീസ്റ്റ് ചെറിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാതെ വീണ്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ എന്താണ് കാര്യം? ഒരു കോമാളി ഷോ നടക്കുന്നു എന്നല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് രാഷ്ട്രീയ താല്പര്യം മാത്രമേ ഉള്ളൂ. ഇവർക്ക് സമൂഹത്തിനോട് ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല എന്ന് മാത്രമല്ല, ഈ തട്ടിപ്പ് കണക്കുകൾ ഇങ്ങനെ അവതരിപ്പിക്കുക. കൊള്ളാത്ത വർത്തമാനങ്ങൾ പറയാം. പണ്ട് ഗോവിന്ദൻ മാഷ് പറയില്ല, അമൂർത്തമായ കാര്യങ്ങൾ മൂർത്തമായ സമയത്ത് മൂർത്തമല്ലാത്ത രീതിയിൽ നടപ്പിലാക്കിയാൽ അമൂർത്തമായ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കും. ഇത്യാദി കാര്യങ്ങളാണ്. പിന്നെ കേരളയിൽ വരുന്നത് അല്ലേ, അമ്മമാരിങ്ങനെ ഇരിക്കല്ലേ, കൊട്ടയും പിടിച്ച് മുറുക്കും കൊണ്ടുപോയിട്ട് വീണ്ടും കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.